ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോണ കുറച്ച് കുട്ടാമ്പള്ളി സാരീസ് ആണ്. അവിടുന്ന് ഹാൻഡ്ലൂം ആയിട്ട് നമ്മൾ വീവിങ് സെന്ററിൽ പോയി നമ്മൾ മേടിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അതിൻ്റെ ബോർഡറിൻ്റെ വീതി അല്ലെങ്കിൽ കസവിൻ്റെ വീതി അനുസരിച്ചായിരിക്കും ഓരോ സാരിൻ്റെയും റേറ്റ് വരുന്നത്. അതിൻ്റെ ബോർഡറിൻ്റെ വീതി കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് റേറ്റും കൂടും. അപ്പം അങ്ങനത്തെ കുറച്ച് സാരീസ്, ഹാൻഡ്ലൂം സാരീസ് ആണ് നമ്മളിന്ന് കാണുന്നത്. ഓണം സ്പെഷ്യലായിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഹാൻഡ് എംബ്രോയിഡറി ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ സാരി ആയിട്ട് മാത്രമല്ല, അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ നമ്മൾ സ്റ്റിച്ചിങ് പാർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സാരീസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഇതെല്ലാം വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത്. എല്ലാം നമ്മൾ വിത്തിൻ ബഡ്ജറ്റിൽ വരുന്നത് 2000 ബിലോ ആയിട്ടുള്ള സാരീസാണ് എല്ലാം. അപ്പോൾ ആദ്യം തന്നെ നല്ല ഗോൾഡൻ കസവുള്ള സാരിയാണ്. പ്യുവർ ഹാൻഡ്ലൂമിൻ്റെ കുത്താമ്പള്ളിയിൽ നിന്ന് നമ്മൾ മേടിച്ച സാരിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ബോർഡർ വരുന്നത് ഇതുപോലെയാണ്. ഇതാണ് നമ്മുടെ ബോർഡർ. ഇതുപോലെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ഗ്ലേസിങ് ഷൈനിങ് എഫക്റ്റ് നിങ്ങൾക്ക് കാണാമല്ലോ. ഒരു ഓവൽ ഷേപ്പിൽ ഒരു ഷൈനിങ് ഗ്ലിറ്റേഴ്സ് കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നെറ്റ് പീസിൽ ഇതുപോലത്തെ ഗ്ലിറ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന നെറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് നമ്മൾ ഇതുപോലത്തെ ഷേപ്പിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയല്ല, നമ്മളിത് തുന്നി പിടിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മറുവശം കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കിയോ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് നമ്മൾ തയ്ച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. അപ്പോൾ ഊരിപ്പോരും എന്നുള്ളത് പേടിക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഇങ്ങനെ മുറുക്ക ചെയ്താൽ പോലും ഇതിൻ്റെ ഗ്ലിറ്റേഴ്സ് വിട്ടുപോരത്തില്ല. അതും നമുക്ക് എന്താണെന്ന് വെച്ചാൽ അലക്കിയാൽ പോവോ എന്നുള്ള വാഷ് ചെയ്ത് ഇതെല്ലാം പോവോ എന്നുള്ളൊരു പേടിയും വേണ്ട. ഈ ഗ്ലിറ്റേഴ്സ് ഒന്നും വിട്ടുപോരത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മുന്താണി വരുന്നത്. മുന്താണിയുടെ ഈ ബോർഡറിൻ്റെ ഇത് വിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഇഞ്ചാണ്. അപ്പോൾ അതനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത്. 5 ഇഞ്ച് ബോർഡർ മുന്താണിയുടെ ഇവിടത്തെ. ഈ സൈഡ് ബോർഡേഴ്സ് വരുന്നത് 3 ഇഞ്ചുമാണ്. അങ്ങനെയാണ് ഈ സാരി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്താണിയിൽ ഇവിടെ താഴെ ഒരു ലെയറും ചെയ്തിട്ടുണ്ട്. പിന്നെ കസവ് കഴിഞ്ഞിട്ട് മേളിലും 2 ലെയറുമായിട്ട് നമ്മൾ ഇതുവരെ ഈ ഗ്ലിറ്റേഴ്സ് നമ്മൾ സ്റ്റിക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഫുൾ ബോർഡറിലും ഇതുപോലെ തന്നെ സാരിയുടെ ഫുൾ ബോർഡറിലും ഇതുപോലെ തന്നെ ഗ്ലിറ്റേഴ്സ് കസവിൻ്റെ മേളിലായിട്ട് ബോർഡറിൻ്റെ മേളിലായിട്ട് നമ്മളിങ്ങനെ സിക്സാക്ക് ആയിട്ട് അവിടെ എവിടെയും സ്കാറ്റർ ചെയ്ത് തയ്ച്ചിരിക്കുക. അത് ഒരു സൈഡിൽ മാത്രമല്ല, മറു സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മറു സൈഡിൽ വരുമ്പോൾ 2 ലെയർ ഇല്ല, ഒരു ലെയറായിട്ട് ഇങ്ങനെ സിംഗിളായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് 2 സൈഡിലും ഉണ്ട്. കാണുന്ന പോർഷനിലെല്ലാം ഇവിടം വരെ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടത്തിൽ ഇതുപോലെ ഫുള്ളും പോകുന്നുണ്ട്. ഇത് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ഇതൊക്കെയാണ് ബോട്ടം നമ്മൾ കാലിൻ്റെ താഴത്തോട്ട് വരുമ്പോൾ സിംഗിളായിട്ടാണ് പോകുന്നത്. 2 ലെയർ ആയിട്ടില്ല. കാണുന്ന പോർഷനിൽ മാത്രമാണ് 2 ലെയർ ആയിട്ട് പോയത്. എന്ന് വെച്ചാൽ സിക്സാക്ക് ആയിട്ട് പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓരോന്നേ ആയിട്ടാണ് പോയേക്കുന്നത്. ഇതിങ്ങനെ പ്ലീറ്റ്സിൻ്റെ അകത്തൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവസാനം സ്ലീവിലാണ് വരുന്നത്. സ്ലീവിൽ 3 എണ്ണമായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് സ്ലീവ് വരുന്നത്. സ്ലീവിൽ 3 എണ്ണമാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസ് പീസ് സ്ലീവിൽ 3 എണ്ണം. ഇങ്ങനെ ഗ്ലിറ്റേഴ്സ് വെച്ചിട്ടാണ് ഈ സാരി വന്നിരിക്കുന്നത്. 2 സൈഡിലും ഉണ്ട് വർക്ക്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൻ്റെ റേറ്റ് 1650 ആണ് ഇതിൻ്റെ റേറ്റ്. നമുക്ക് അടുത്ത സാരി കണ്ടു നോക്കാം. ഇത് പ്യുവർ ഗോൾഡൻ ഷെയ്ഡാണ്. കുറച്ചും കൂടെ അതിലും കൂടെ ബ്രൈറ്റ് ഗോൾഡ് എന്ന് പറയത്തില്ല, ആ കളറാണ് ഇതിൻ്റെ കസലിന് പറഞ്ഞ ഒരു ബ്രോൺസ് കളർ. ആ ഒരു കളറാണ് ഈ ഒരു സാരിയിൽ ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരിയുടെ ബോർഡറിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 2.5 ഇഞ്ചേ ഉള്ളൂ ഈ ഒരു ബോർഡർ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആ സെയിം ഇതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമ്മൾ റെഡ് കളർ വെൽവെറ്റ് പീസാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബീഡും പേളും വെച്ചിട്ടുണ്ട്. വൈറ്റ് കളർ പേളും ഓരോ പൂവിൻ്റെയും നടുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മുന്താണിയിൽ 2 ലെയറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞെറിഞ്ഞൊടുക്കുമ്പോൾ ഒരു പൂങ്കൊല പോലെ മേളിൽ നിന്ന് താഴത്തോട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മേളിൽ വലിയ ഫ്ലവേഴ്സ്, താഴത്തോട്ട് ചെല്ലുന്തോറും കുഞ്ഞിതായിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ ഫുൾ ബോർഡറിൽ ഒരു സൈഡേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ അകത്ത് 2 സൈഡിലും വർക്കില്ല, ഒരു സൈഡിലേ ഉള്ളൂ. ഈ ഒരു സൈഡിൽ ഇതുപോലെ കുഞ്ഞൊരു ഫ്ലവർ
ചെയ്തിട്ടുണ്ട് റണ്ണിങ് പോർഷനിൽ. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ മുന്താണിയിൽ കണ്ടവരെ തന്നെ വലിയത് മേളിൽ താഴത്തോട്ട് കുഞ്ഞത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് അപ്പുറത്തെ സൈഡിലും അഴിച്ചിടുവാണെങ്കിൽ അപ്പുറത്തെ സൈഡിലും ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ ഇതുവരെ ഒത്തിരി ഇല്ല, ഇവിടെ മുതലേ ഉള്ളൂ. ഈ ഒരു ലെയർ തയ്ച്ചിട്ടില്ല, ഈ ഒരു ലെയർ മാത്രമേ ഉള്ളൂ. 3, 2, 1 അങ്ങനെയായിട്ടാണ് പോയിരിക്കുന്നത്. അത് ചെസ്റ്റ് പോർഷനിൽ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഫുൾ സാരിയുടെ ബോർഡേഴ്സിലും ഇതുപോലെ കുഞ്ഞു ഫ്ലവേഴ്സ്, ഇതുപോലത്തെ കുഞ്ഞു ഫ്ലവേഴ്സ് തയ്ച്ചിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ ഫുൾ ബോർഡറിൽ കൂടെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്ലീവിലും ഇതുപോലെ തന്നെ ഫ്ലവേഴ്സാണ്, കുഞ്ഞു ഫ്ലവേഴ്സാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. സ്ലീവിൽ ഇതുപോലെയാണ് വരുന്നത്. 3 കുഞ്ഞു ഫ്ലവറാണ് സ്ലീവിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരിയും വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1700 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ റേറ്റ് കൂടാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വെൽവെറ്റിൻ്റെ വർക്ക് കാരണമാണ് ഇതിൻ്റെ റേറ്റ് കൂടുന്നത്. അടുത്തത് വന്നിട്ട് സിൽവർ കരയുള്ള സാരിയാണ്. ഈ സാരിയിനകത്ത് നമ്മൾ ഫാബ്രിക് പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് സാരി വന്നിരിക്കുന്നത്. ഇതാണ് സാരിയുടെ മുന്താണിയുടെ ബോർഡറിൻ്റെ മേളിലായിട്ട്, കസവിൻ്റെ മേളിലായിട്ട് ഇതുപോലെ ഒരു നല്ലൊരു ഫ്ലവറാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ഒരു ഫ്ലവർ പെയിൻറ്റിങ് ഉണ്ട്. ഇങ്ങനെ 2 സൈഡിലും ഓരോന്ന് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നടുക്ക് പെയിൻറ്റിംഗ് ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഈ റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ വരൽ ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അടുപ്പിച്ച് 3 പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഷോൾഡർ പ്ലീറ്റിലാണ് അടുപ്പിച്ച് 3 വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടവിട്ട് ഇതുപോലത്തെ പൂക്കളാണ്. പിന്നെ ഇത് മറ്റേ സാരികൾ കണ്ടപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിന് ഇതുപോലത്തെ ഓരോരോ ഫ്ലവേഴ്സ് വെച്ച് പൂവാണ്. ഇതും വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ബ്ലൗസ് പീസിലും ഇതുപോലെ തന്നെ ഒരു പെയിൻറ്റിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവ് ഇതുപോലെയാണ് വരുന്നത്. അവിടെ ഫ്ലവറിന് കുറച്ചും കൂടെ ഒരു പ്രൊജക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ഔട്ട്ലൈൻ കുറച്ചും കൂടെ ഒന്ന് ഡാർക്കൺ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ കയ്യിൽ വരുന്ന ആ ഫ്ലവർ പീസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ലീവിൽ ഇതുപോലെ ഒരു പെയിൻറ്റിങ്ങും ബാക്കിയുള്ള ഫുൾ ബോർഡറിലും എന്ന് വെച്ചാൽ പ്ലീറ്റ്സിലൊക്കെ ഇടവിട്ട് ഇതുപോലെ പെയിൻറ്റിങ് വരും. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഇത് സിൽവർ കരയിൽ വിത്ത് ബ്ലൗസ് പീസും പെയിൻറ്റിങ് ചെയ്തതാണ്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1600 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി അടുത്തത് വരുന്നത് നേരത്തെ കണ്ട ഗോൾഡൻ കര തന്നെയുള്ള ഒരു സാരിയാണ്. അതിൻ്റെ അകത്ത് ടാസൽസും അറ്റാച്ച് ചെയ്തിട്ട് ബ്ലാക്ക് പെയിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്ത സാരിയാണ്. അതിൻ്റെ അകത്ത് ഇതുപോലെ പെയിൻറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് കളർ പെയിൻറ്റിംഗ് ആണ്. ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു വരുന്നത്. പല്ലുവിൽ മൊത്തം ഇതുപോലെ പെയിൻറ്റിംഗ് വരുന്നുണ്ട്. അത് വലിയൊരു വേവി ആയിട്ടുള്ള ലീഫ് പാറ്റേൺ ആണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 3 ഇലയുള്ള ഡിസൈൻസ് ആണ് പിന്നെയുള്ള ബോർഡേഴ്സിൽ മുഴുവനും വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഫുൾ ബോട്ടം പ്ലീറ്റ്സിലെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഇൻ്റർവെല്ലിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ബ്ലൗസ് പീസിലും ഇതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പെയിൻറ്റിങ് ബ്ലൗസ് പീസിലാണെങ്കിലും ഇത് വിത്ത് ബ്ലൗസ് പീസാണ്. ബ്ലൗസ് പീസിലും ഇതുപോലെ തന്നെ പെയിൻറ്റിങ് സ്ലീവിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇതിൻ്റെ ഈ ഗോൾഡൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ആ മുന്താണിയിൽ വരുന്ന ആ വീതി ഇത് അഴിച്ചിട്ടാലും നല്ല ഭംഗിയായിരിക്കും, ഞെറിഞ്ഞു പിടിച്ചാലും കുഴപ്പമില്ല. ഫുൾ ബോർഡറിൽ ഈ ഒരു പാറ്റേൺ വരുന്ന കാരണം നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1599 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ 4 സാരീസ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.